നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ TP വധക്കേസ് ചർച്ചയാകില്ലെന്ന CPI ദേശീയ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗം C. ദിവാകരൻ. 6 ദിവസം മുമ്പ് കനാലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം പുറത്തെടുത്ത് സംസ്കരിച്ചു. സ്ത്രീകളെ ഫോണിൽ ശല്യം ചെയ്യുന്ന മൂവാറ്റുപുഴ സ്വദേശിയെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ TP വധക്കേസ് ചർച്ചയാകില്ലെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം C. ദിവാകരൻ MLA. പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ. രാമചന്ദ്രൻ നയിക്കുന്ന ജനകീയ യാത്രയ്ക്ക് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുമുന്നണിയിൽ വലിയേട്ടൻ CPI തന്നെയാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ TP വധക്കേസും വിധിയും ചർച്ചയാകില്ലെന്നും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം C. ദിവാകരൻ പറഞ്ഞു. പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ. രാമചന്ദ്രൻ നയിക്കുന്ന ജനകീയ യാത്രയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIയിൽ നിന്നാണ് CPM ഉണ്ടായത്. EMS മത്സരിച്ച് ജയിച്ചത് അരിവാൾ നെൽക്കതിർ അടയാളത്തിലാണ്. വലിപ്പവും മസിലും കൊണ്ടല്ല വലിയേട്ടനാകുന്നത്, പ്രായവും അനുഭവമാണ് വലിയേട്ടനെ നിശ്ചയിക്കുന്നത്. ഇടതു പാർട്ടികൾ അക്രമ പാർട്ടികളാണെന്ന കോൺഗ്രസ് അധ്യക്ഷയുടെ പ്രഖ്യാപനം 1958 നടത്തിയ പ്രചരണത്തിന്റെ തുടർച്ച മാത്രമാണ്. ഇവിടെ അക്രമം കാട്ടുന്നത് BJPയും RSSുമാണ്. RSSനെതിരെ കോൺഗ്രസ് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അഴിമതിയും വിലക്കയറ്റവുമാണ് രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളി. UDFന്റെ രാഷ്ട്രീയ അടിത്തറ ഇളകിക്കഴിഞ്ഞു. BJPയും അഴിമതിക്ക് അതീതരല്ല. മോഡിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ ഒരുക്കം മതന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇടതു നേതൃത്വത്തിലുള്ള മതേതര ജനാധിപത്യ കക്ഷികളുടെ ചേരി നിർണായക ശക്തിയാകും. 22-ന് ഇത് സംബന്ധിച്ച കോമൺ മിനിമം പ്രോഗ്രാം തയ്യാറാക്കും. പ്രധാനമന്ത്രി ആരാണെന്നതല്ല, നയങ്ങളും നയപരിപാടികളുമാണ് മുഖ്യമെന്നും C. ദിവാകരൻ പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തിന് വേണ്ടാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രിയും മുൻ KPCC പ്രസിഡന്റും നൽകിയ പേര് ചവറ്റുകുട്ടയിൽ കളഞ്ഞിട്ടാണ് സോണിയാഗാന്ധി പുതിയ KPCC പ്രസിഡന്റിനെ നിയമിച്ചത്. UDF ഭരണത്തിൽ ജനജീവിതം ദുസ്സഹമായി. ഇത്രയും കുത്തഴിഞ്ഞ ഭരണം മുമ്പുണ്ടായിട്ടില്ല. ഭക്ഷ്യമന്ത്രിയുടെ പാർട്ടിയുടെ ചെയർമാൻ തന്നെ റേഷൻ കടകൾ പൂട്ടിക്കാൻ നടക്കുന്നതായും C. ദിവാകരൻ കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ സമ്പദ്ഘടന പൂർണ്ണമായി തകർന്നു. ഇതിനെതിരെയുള്ള വിധിയെഴുത്താകും കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ആർ. രാമചന്ദ്രൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KS. ഇന്ദുശേഖരൻ നായർ, VS. ജയലാൽ MLA, മണ്ഡലം സെക്രട്ടറി A. മന്മഥൻ നായർ, CPI നേതാക്കളായ KR. ചന്ദ്രമോഹനൻ, FS. ഷാജി, ശിവശങ്കരപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. KIPയുടെ ഇടതുകര കനാലിൽ വീണ വിദ്യാർത്ഥിയുടെ മൃതദേഹം 6 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ഞായറാഴ്ച പുറത്തെടുത്തു. തിരിച്ചറിയാനാവാത്ത നിലയിലായിരുന്നു മൃതദേഹം. ഞായറാഴ്ച വൈകിട്ട് സംസ്കരിച്ചു. ചക്കുവരക്കൽ കാര്യോട് താഴത്തിൽ തുളസീധരന്റെ മകൻ വിനേഷ് ചന്ദ്രനാണ് 6 ദിവസങ്ങൾക്ക് മുമ്പ് KIPയുടെ ഇടതുകര കനാലിൽ കാൽവഴുതി വീണത്. സഹോദരിക്കൊപ്പം സമീപത്തെ കുളത്തിൽ വെള്ളമെടുക്കാൻ പോകവെ കുട്ടി കനാലിൽ വീഴുകയായിരുന്നു. സഹോദരിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയെങ്കിലും വിനേഷ് ഒഴുക്കിൽപ്പെട്ട് മറിഞ്ഞിരുന്നു. നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം ഞായറാഴ്ച പുറത്തെടുത്തത്. ചക്കുവരക്കലിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെ ചിരട്ടക്കോണത്ത് കനാലിലെ അരിപ്പയിൽ വിനേഷിന്റെ മൃതദേഹം ഉണ്ടാവുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു നാട്ടുകാർ. എന്നാൽ അരിപ്പ തകർന്നിരുന്നതിനാൽ മൃതദേഹം അരിപ്പയും കടന്ന് കനാലിന്റെ ടണലിനുള്ളിൽ കുടുങ്ങുകയായിരുന്നു. KIP അധികൃതരോട് ആവശ്യപ്പെട്ട ജലമൊഴുക്ക് നിർത്തിവയ്പ്പിച്ചെങ്കിലും 2.5 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ടണലിലെ വെള്ളം വറ്റിക്കാനാകാത്തതിനാൽ തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. കൊട്ടാരക്കരയിലെ അഗ്നിശമന സേനയും കൊല്ലം ഫിഷറീസ് വകുപ്പിന്റെ മുങ്ങൽ വിദഗ്ധരും തുടർന്നുള്ള ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ശ്രമം പരാജയപ്പെട്ടു. വെള്ളിയാഴ്ച ഉച്ചയോടെ എത്തിയ നാവികസേന ടണലിലെ വെള്ളം വറ്റിക്കാൻ ശ്രമം തുടങ്ങി. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ വെള്ളം വറ്റിച്ചു. തുടർന്ന് ടണലിൽ നാട്ടുകാരും RSS പ്രവർത്തകരും നടത്തിയ തെരച്ചിലിൽ വിനേഷിന്റെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു മൃതദേഹം. ചർമ്മം പൂർണ്ണമായും നശിച്ചിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഞായറാഴ്ച വൈകിട്ട് സംസ്കരിച്ചു. വിനേഷ് ചന്ദ്രൻ പഠിച്ചിരുന്ന കോട്ടവട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും തെരച്ചിൽ തീരുന്നതുവരെ സ്ഥലത്തുണ്ടായിരുന്നു. കൊട്ടാരക്കര തഹസീൽദാർ, കൊട്ടാരക്കര സർക്കിൾ ഇൻസ്പെക്ടർ, വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ചക്കുവരക്കൽ വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് അംഗങ്ങളായ D. സജയകുമാർ, ഷാനവാസ് ഖാൻ എന്നിവർ തെരച്ചിലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചരിത്രപ്രസിദ്ധമായ തലവൂർ തൃക്കുന്ന മറുകുടി ദേവി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം കൊടിയിറങ്ങി. വർണ്ണക്കാഴ്ചയുടെ വിസ്മയം കാണാൻ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തിയത്. ഭക്തസഹസ്രങ്ങളിൽ ആവേശത്തിന്റെ തിരമാല ഉയർത്തിയാണ് പൂരം ഉച്ചസ്ഥായിയിലായത്. ഐതിഹ്യ പെരുമ കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് തലവൂർ പൂരം. നടുത്തേരി ശ്രീകൃഷ്ണവിലാസം NSS കരയോഗ മന്ദിരത്തിൽ നിന്നാണ് പൂരഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരുടെ നിരയ്ക്കൊപ്പം 100 കണക്കിന് ഫ്ലോട്ടുകളും പഞ്ചവാദ്യവും പഞ്ചാരിമേളവും ചെണ്ടമേളവും തെയ്യം തിറ അമ്മൻകുടം മയിലാട്ടം കെട്ടുകാളകൾ എന്നിവയും 100 കണക്കിന് കലാകാരന്മാരും അണിനിരന്നു. മേലേപ്പുര നടുത്തേരി തത്തമംഗലം ശിവക്ഷേത്രം രണ്ടാലുംമൂട് നാഗരാജ ക്ഷേത്രം
ക്ഷേത്രം വഴി വൈകിട്ട് 7:30 പൂരഘോഷയാത്ര ക്ഷേത്രസന്നിധിയിലെത്തി. ക്ഷേത്രസന്നിധിയിൽ സ്ഥാപിക്കാനുള്ള കൊടിമരവുമായി ആർപ്പ് വിളിച്ചെത്തിയ യുവജനങ്ങൾ പൂരനഗരിക്ക് ആവേശമായി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലവൂർ പൂരത്തിൽ ആവേശമുയർത്തി ഫയർ ഡാൻസ് പ്രകടനം ശ്രദ്ധേയമായി. പൂരം കാണാനെത്തിയ പുരുഷാരത്തെ മുൾമുനയിൽ നിർത്തിയായിരുന്നു കലാകാരന്മാരുടെ പ്രകടനം. തലവൂർ പൂരത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിലാണ് ഫയർ ഡാൻസ് ശ്രദ്ധേയമായത്. അഗ്നിവളയങ്ങൾ ചുഴറ്റിയുള്ള പ്രകടനം കാണികളെ ഉദ്യോഗത്തിലാക്കി. താളമേളങ്ങൾക്കൊപ്പം ചുവടുവെച്ച് ഘോഷയാത്രയിലുടനീളം അഗ്നിയെ അമ്മാനമാടുന്ന കലാകാരന്മാരും പൂരക്കാഴ്ച കാണാനെത്തിയവരുടെ ഹൃദയം കവർന്നു. പൂരഘോഷയാത്രയിൽ ഏറെ വ്യത്യസ്തമായ കലാപ്രകടനങ്ങളാണ് തലവൂർ ദേവസ്വം ഒരുക്കിയത്. നടുത്തേരി കരക്കാരുടെ വകയായിരുന്നു ഇത്തവണത്തെ പൂരം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്ത്രീകളെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്ന മൂവാറ്റുപുഴ സ്വദേശിയായ യുവാവിനെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് യുവാവിനെ പിടികൂടിയത്. മൂവാറ്റുപുഴ ഈസ്റ്റ് വാഴപ്പള്ളി നിരക്കലയിൽ വീട്ടിൽ 25-കാരൻ അലക്സാണ് പിടിയിലായത്. പത്തനാപുരം കടക്കാമൺ സ്വദേശിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. നിരന്തരമായി സ്ത്രീകളെ വിളിച്ച് ശല്യം ചെയ്യുന്നതിന്റെ പേരിൽ നിരവധി പരാതികൾ ഇയാൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ട്. സൈബർ സെല്ലിന്റെയും മൂവാറ്റുപുഴ പോലീസിന്റെയും സഹായത്തോടെയാണ് പത്തനാപുരം പോലീസ് അലക്സിനെ പിടികൂടിയത്. മൂവാറ്റുപുഴയിലെ വീട്ടിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ ഫോണിലൂടെ അലക്സ് പത്തനാപുരം സ്റ്റേഷനിലെ SIയെ അസഭ്യം പറഞ്ഞതായി പരാതി ഉയർന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫുഡ് പ്രോഡക്ട്സ് കമ്പനിയിലെ ഡ്രൈവറാണ് പ്രതി. പത്തനാപുരം സബ് ഇൻസ്പെക്ടർ PI മുബാറക്, സിവിൽ പോലീസ് ഓഫീസർമാരായ വിജയൻ, വസന്തൻ, വിജയബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുറ്റത്തെ ആഞ്ഞിലി മുത്തശ്ശിയുടെ കൊമ്പിൽ ഏറുമാടത്തിനൊരു ക്ലാസ് മുറി ഒരുക്കി പരിസ്ഥിതി സൌഹൃദ പഠനാന്തരീക്ഷം തീർക്കുകയാണ് ആരംപുന്ന ഗവൺമെന്റ് LPS. ലൈവ് വാർത്താ സ്പെഷ്യൽ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പുതിയ പാഠമാണ് പുനലൂർ ആരംപുന്ന ഗവൺമെന്റ് LPS ഒരുക്കുന്നത്. മറ്റു പല സ്കൂളുകളും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കെട്ടിയുയർത്തി വികസനത്തിന്റെ മേനി കാട്ടുമ്പോൾ ആരംപുന്ന സ്കൂളിന്റെ മുറ്റത്ത് 100 വർഷം പഴക്കമുള്ള ആഞ്ഞിലിയിൽ 90,000 രൂപ ചെലവിൽ ഒരു ഏറുമാടം കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രാവശ്യവും 5-ാം തീയതി ഞങ്ങൾ ഈ വൃക്ഷത്തെ ആദരിക്കും. 100 വർഷം പഴക്കമുള്ള ഈ വൃക്ഷത്തെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് ആലോചിച്ചപ്പോൾ കൊച്ചുകുട്ടികൾ അവരവർ തന്നെ മാല ഓർത്ത് ഇതിനെ സംരക്ഷിച്ചു വരികയാണ്. അപ്പോൾ ഇതിനെ മണ്ണൊലിപ്പിനെ തടയുന്നതും പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഈ വൃക്ഷത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചുറ്റിനും രാമച്ചം വെച്ച് പിടിപ്പിച്ചു. അപ്പോൾ ആ രാമച്ചം വെച്ച് പിടിപ്പിച്ച് ഇതിൻ്റെ ഭംഗിയായപ്പോഴാണ് ഈ 3-ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഏർമാടമുണ്ട്. അപ്പോൾ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി ഈ ഞങ്ങൾ ഓരോരോ പരീക്ഷണങ്ങളാണ് ഓരോ വർഷവും സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചൂടുള്ള ഈ പുനലൂർ പ്രദേശത്ത് കരിമീൻ കൃഷി എങ്ങനെ ആദായകരമാക്കി മാറ്റാമെന്നുള്ള പരീക്ഷണം എടുത്ത് അത് വിജയിച്ചു. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴേ ഈ ചൂടിനെ അതിജീവിച്ചും കൊണ്ട് പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി ഈ വൃക്ഷത്തെ എങ്ങനെ സംരക്ഷിക്കാം, അല്ലെ വൃക്ഷത്തിന് അധികം പ്രാധാന്യമുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇതിൻ്റെ അകത്തൊരു ഏർമാടം ഉണ്ടാക്കി. മുളയിലും യൂക്കാലിയിലും തീർത്ത ഈ മരക്കൂടാരം ഒരുക്കിയത് കടമാൻകോട് ആദിവാസി കോളനിയിലെ ഊരുമൂപ്പന്റെ നേതൃത്വത്തിലാണ്. കടമാൻകോടുള്ള ആദിവാസി ഊരുമൂപ്പനെയൊക്കെ വിളിച്ച് അവിടെ പോയി അവിടുന്ന് ഞങ്ങൾ കുറച്ച് പുല്ലുമൊക്കെ സംഘടിപ്പിച്ച് അവരിവിടെ വന്ന് 22 ദിവസം എടുത്തു. 4 പേര് 22 ദിവസം രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ രാത്രി 11 മണി വരെയും അധ്വാനിച്ച് ഈ മുളകൾ കൊണ്ടുവന്ന് കീറി, ആ മുള കീറുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അത് തല്ലി ചതയ്ക്കുന്നതിന് ഒരു പ്രത്യേക രീതിയിൽ അവർ തല്ലി ചതച്ച് നല്ലൊരു പണിയാണ്. മുള വെച്ചും മുളയും പിന്നെ യൂക്കാലിയുടെ കമ്പുകളുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറുമാടത്തിന് താഴെ കുട്ടികൾക്ക് ഇരിക്കാൻ മുളയിൽ തീർത്ത ഇരിപ്പിടവും നടുക്കൊരു മേശയും. ഏറുമാടത്തിലേക്ക് കുട്ടികൾക്ക് കയറാൻ മുളയിൽ തീർത്ത ഗോവണി പിന്നിട്ടാൽ പ്രത്യേക ചവിട്ടിത്തുറക്കൽ സംവിധാനത്തിൽ ഘടിപ്പിച്ച വാതിൽ. അകത്ത് 30 കുട്ടികൾക്ക് ഇരിക്കാവുന്ന സ്ഥലം.
ഏറ്റവും മണ്ടേ വേണമെങ്കിലും നമുക്ക് ഏർമാടം നല്ല രീതിയിൽ അതിൻ്റെതായ രീതിയിൽ എടുക്കാമായിരുന്നു. എങ്കിലും കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് റൂം, ശിശു സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു ക്ലാസ് റൂം സജ്ജീകരിക്കുക എന്നുള്ള ഒരു ആശയം കൊണ്ടുകൊണ്ട് 30 കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ക്ലാസ് റൂമാണ് സജ്ജീകരിച്ചത്. അതുകൊണ്ട് പിന്നെ എയറോപ്ലെയിനിൽ പോകുന്ന അതേ പഠിക്കുന്ന വെച്ചാൽ LKG പഠിക്കുന്ന ഒരു കുട്ടി അതിൻ്റെ അകത്ത് കയറി പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇപ്പോൾ താഴെ ഈ ചുറ്റുവട്ടത്തിരുന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം മുകളിൽ ഇരുന്ന് പഠിക്കുന്നതാണ് അവർക്കിഷ്ടം. കുട്ടികൾക്ക് ആകാശ നിരീക്ഷണം നടത്താൻ പ്രത്യേകം തയ്യാറാക്കിയ ബാൽക്കണിയും മഴയും വെയിലും അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളും ഇവിടെ നിന്ന് വേർതിരിക്കാം. അന്തരീക്ഷത്തിലുള്ള വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാൽക്കണി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബാൽക്കണി നിൽക്കുമ്പോഴേ ഒരു മഴ വരുമ്പോഴേ മഴക്കാർ വരുന്നാൽ ഇപ്പോൾ മഴ പെയ്യുമെന്നുള്ളത് പണ്ടുള്ള മുത്തശ്ശന്മാർക്കറിയാം. ഇപ്പോഴത്തെ ബാക്കിയുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാകത്തില്ല. അപ്പോൾ ഈ മഴയുടെ ആകാശത്തിലുള്ള വ്യതിയാനം എന്താണെന്ന് ദൂരെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഏർപ്പാടത്തിൽ നിന്ന് മനസ്സിലാക്കും. ഉയരം കൂടുന്തോറും പിന്നെ താപനില കുറയുന്നു. ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട അന്തരീക്ഷ നിരീക്ഷണം, വാന നിരീക്ഷണം, പിന്നെ അതോടൊപ്പം തന്നെ മരങ്ങളെയൊക്കെ നിരീക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികളാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതിയോട് ചേർന്ന് പഠനം നടത്തുന്നു എന്നത് മാത്രമല്ല, പുതുതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന പഴമയുടെ നന്മ പ്രസരിപ്പിക്കുക കൂടിയാണ് ആറമ്പുന്ന LPS ഈ ഏറുമാടത്തിന്റെ നിർമ്മാണത്തിലൂടെ. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത. അവയവദാനത്തിന് സമ്മതപത്രം നൽകി പത്തനാപുരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഗാന്ധിഭവനിലായിരുന്നു ചടങ്ങ്. KPCC സെക്രട്ടറി പഴകുളം മധു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നടന്നുവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും സമൂഹത്തിൽ മറ്റ് യുവജന സംഘടനകൾക്ക് മാതൃകയാണെന്ന് പഴകുളം മധു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ സഹജീവികൾ ഇത്തരം അവയവങ്ങളുടെ ഇല്ലായ്മ കൊണ്ട് ദുരിതമനുഭവിക്കുന്നവർക്ക് അവർക്ക് ദാനം ചെയ്യാനുള്ള മഹത്തരമായ ഒരു തീരുമാനം ആണ് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ്, എന്റെ പ്രിയങ്കരായ സുഹൃത്ത് ശ്രീ MS പ്രദീപ് കുമാർ, അദ്ദേഹം സഹപ്രവർത്തകന്മാരും സഞ്ജയ് ഖാൻ ഉൾപ്പെടെ സാജുക്കാരും നഴ്സറും എല്ലാവരും ചേർന്ന് ഇവിടെ നടത്തുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്നവർക്കിടയിൽ പോലും രക്തദാനത്തിന്റെയും അവയവദാനത്തിന്റെയും മഹത്തായ സന്ദേശം വേണ്ട വിധത്തിൽ പ്രചരിച്ചിട്ടില്ലെന്ന് MS പ്രദീപ് കുമാർ പറഞ്ഞു. പത്തനാപുരം ഗാന്ധിഭവനിൽ നടന്ന ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M ഷേഖ് പരീദ്, DCC അംഗം പള്ളിത്തൊപ്പിൽ ഷിബു, കുന്നിക്കോട് ഷാജഹാൻ, തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ, നെൽസൺ തോമസ്, MA സലാം, JM ഷൈജു, കോൺഗ്രസ് പുന്നല മണ്ഡലം പ്രസിഡന്റ് ബഷീർ സാഹിബ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഫാറൂഖ് മുഹമ്മദ്, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം അഡ്വക്കേറ്റ് സാജു ഖാൻ, R അംബിക, വിഷ്ണു മഞ്ചളൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റോഡ് നിയമങ്ങൾ ബോധവൽക്കരിച്ച് ഇടപ്പാളയത്ത് നാട്ടുകാർ രംഗത്ത്. ദിവസങ്ങൾക്ക് മുൻപ് 5 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നാട്ടുകാരുടെ പ്രചരണം. ഇടപ്പാളയം ജംഗ്ഷനിലെ ഒരു കൂട്ടം നാട്ടുകാരാണ് ജനങ്ങളിൽ നിന്നും സ്വരൂപിച്ച തുക വിനിയോഗിച്ച് ട്രാഫിക് നിയമങ്ങൾ പ്രചരിപ്പിക്കാൻ രംഗത്ത് വന്നത്. ലഘുലേഖകളും വാഹനങ്ങളിൽ പതിക്കാൻ ബോധവൽക്കരണ സ്റ്റിക്കറുകളും തയ്യാറാക്കിയ നാട്ടുകാർ ഡ്രൈവർമാരെ ബോധവൽക്കരിച്ച് മാതൃകയായി. ബോധവൽക്കരണ പരിപാടി ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരിജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 8 മുതൽ ആരംഭിച്ച പ്രചരണത്തിന് പ്രദേശവാസികൾ പൂർണ്ണ പിന്തുണ നൽകി. ഹെൽമറ്റ് ധരിക്കാതെ എത്തിയ ഇരുചക്ര വാഹന യാത്രികർക്ക് ലഘുലേഖയും മധുരവും നൽകിയാണ് നാട്ടുകാർ യാത്രയാക്കിയത്. വൻ അപകടങ്ങൾ സംഭവിച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പഴയ ഗതിയിലാകുന്ന വ്യവസ്ഥിതിക്ക് മാറ്റം വരണമെന്നും പോലീസും പൊതുജനവും സംയുക്തമായി സഹകരിച്ചാൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരിജ സുരേഷ് പറഞ്ഞു. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരും ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്ന ആൾക്കാരും അവരുടെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാതെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. കാരണം എന്തുമായിക്കൊള്ളട്ടെ, ഈ പ്രദേശത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അപകട മരണം നടക്കുന്നത് 1ാം സ്ഥാനം തന്നെ കേരളത്തിനാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നതും ഈ ജീപ്പ് ഡ്രൈവർമാരിൽ നിന്നാണെന്നാണ് അറിയപ്പെടാൻ കഴിയുന്നത്. അത് നമ്മൾ കൂടുതലും ഡ്രൈവർമാരുടെ അശ്രദ്ധയും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും ആൾക്കാർക്ക് അത് അവര് പാവപ്പെട്ട ജനങ്ങൾക്ക് അതറിയാൻ കഴിയുന്നില്ല. അവര് വണ്ടിയിൽ കയറുന്നു. ഇത്തിരി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അതൊന്നും ഡ്രൈവർമാർ ശ്രദ്ധിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും.
പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ TP വധക്കേസ് ചർച്ചയാകില്ലെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് കൌൺസിൽ അംഗം C ദിവാകരൻ. 6 ദിവസം മുമ്പ് കനാലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം പുറത്തെടുത്ത് സംസ്കരിച്ചു. സ്ത്രീകളെ ഫോണിൽ ശല്യം ചെയ്യുന്ന മൂവാറ്റുപുഴ സ്വദേശിയെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.